ലച്ചു പേടിക്കണ്ട, ഇത് ഞാനാ. കാറ്റുപോലെ ആ ശബ്ദം കാതിൽ പതിച്ചതും അതുവരെ ഭയത്തിൽ നിന്ന് ലച്ചുവിൻ്റെ കണ്ണുകൾ അത്ഭുതത്തിലൊന്ന് വിടർന്നു. മുറിയിലെ വെളിച്ചത്തിന് മുൻപിൽ നെളിഞ്ഞു വന്ന സേവ്യയുടെ മുഖം കണ്ടതും ലച്ചു വേഗം തൻ്റെ മുഖത്ത് നിന്ന് അവൻ്റെ കൈ അടർത്തി മാറ്റി. നിങ്ങളെന്താ ഇവിടെ? ആദ്യമൊന്ന് പകച്ചുവെങ്കിലും അത് വകവയ്ക്കാതെ ലച്ചു സേവ്യയോട് ചോദിച്ചു. സേവ്യയോട് അത് ചോദിക്കുമ്പോൾ ലച്ചുവിൻ്റെ മുഖത്ത് സംശയം ഭയവും നിറഞ്ഞു നിന്നു. ഇനി അവൻ ഈ വിവാഹത്തിന് സമ്മതമല്ലാത്തത് കൊണ്ട് തന്നോട് ഇതിൽ നിന്ന് പിന്മാറണമെന്ന് പറയാൻ വന്നതാണോ എന്നുപോലും അവൾ ചിന്തിച്ചു പോയി. എന്നാൽ അവളുടെ ചോദ്യത്തിന് മുൻപിൽ പകച്ചു നിൽക്കുകയായിരുന്നു സേവി. ഇതുവരെ കരുതി വെച്ച ധൈര്യം ഇപ്പോൾ ചോർന്നു പോയതുപോലെ. പക്ഷേ ഇനിയും പറയാതിരുന്ന ശരിയാവില്ല എന്ന് തോന്നിയതും അവളുടെ മുഖത്ത് നോക്കാതെ സേവി സംസാരിച്ചു തുടങ്ങി. അല്ലച്ചു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. തൻ്റെ മുൻപിൽ പതർച്ചയോടെ പറയുന്നവൻ്റെ ശബ്ദം കേട്ടതും കേൾക്കാൻ പാടില്ലാത്തതെന്തോ കേൾക്കുന്നത് പോലെ അവളുടെ ഹൃദയം ഉച്ചത്തിലിടിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ലച്ചു. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കുട്ടിക്കാലം മുതലേ. പക്ഷേ എൻ്റെ യദുവിനെ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. ഒരിക്കൽ ആമിയുടെ അച്ഛൻ്റെ ചതി കാരണം തകർന്ന മനസ്സും ജീവിതവുമായി നടക്കുന്ന അവനെ ഇതിൻ്റെ പേരിൽ സങ്കടപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ആരുമില്ലാത്ത എനിക്കൊരു ജീവിതവും ഒരു കുടുംബവും തന്നത് അവനാ. അവനെ ചതിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിന്നോടുള്ള എൻ്റെ പ്രണയം മറച്ചു വയ്ക്കുകയായിരുന്നു, നിന്നിൽ നിന്ന് അകലുകയായിരുന്നു. ഓരോ തവണയും എൻ്റെ മുൻപിൽ എൻ്റെ പ്രണയത്തിനു വേണ്ടി വരുന്ന നിന്നെ കാണുമ്പോൾ പലപ്പോഴും എൻ്റെ മനസ്സ് നിന്നിലേക്ക് ചാഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴേക്ക് എൻ്റെ മുന്നിലേക്ക് യദുവിൻ്റെ ചിത്രം തെളിഞ്ഞു വരും. അവൻ എനിക്ക് തന്ന സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും സ്നേഹവും കടന്നു വരും. അപ്പം നിന്നോടുള്ള എൻ്റെ പ്രണയം ഞാൻ മനഃപൂർവ്വം മറക്കും. ഇനിയൊരു പക്ഷേ എന്നിൽ നിന്ന് കൂടി അവനെ ഒരു ചതി നേരിടേണ്ടി വന്ന ഇനി ആ ഭ്രാന്താശുപത്രിയിലേക്ക് അവനൊരു മടങ്ങിപ്പോകും ഉണ്ടാകുമോ? അതിന് ഞാൻ കാരണമാകുമോ എന്നുള്ള ഭയമായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം നീ എന്നെ വെറുക്കാനും നിന്റെ മനസ്സിൽ നിന്ന് എന്നെ എടുത്തു മാറ്റാനുമാണ് ഞാൻ നിന്നെ ഓരോ തവണയും കരയിച്ചത്, വേദനിപ്പിച്ചത്. എന്നാൽ അവിടെയെല്ലാം നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എത്രയൊക്കെ ഞാൻ നിന്നെ ആട്ടി അകറ്റിയാഞ്ഞു, പിന്നെയും നീ എൻ്റെ അരികിലേക്ക് തന്നെ വന്നു. ഒരിക്കലും സ്വന്തമാകില്ല എന്നറിഞ്ഞിട്ട് കൂടെ നീ എനിക്ക് വേണ്ടി കാത്തിരുന്നു. ഞാനൊന്ന് ഹോസ്പിറ്റൽ കിടന്നപ്പോൾ രാവെന്നോ പകലെന്നോ ഇല്ലാതെ നീ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. പക്ഷേ അപ്പോഴൊന്നും നിന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ചേർത്ത് നിർത്താനോ എനിക്ക് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടെയും ഞാൻ നിന്നെ വേദനിപ്പിച്ചു. അന്ന് കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിന്നേക്കാൾ 1000 മടങ്ങ് വേദനിച്ചത് എനിക്കാണ്. അന്ന് രാജഗൗഡയുടെ കത്തി എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറുന്നതിനേക്കാൾ 1000 മടങ്ങ് വേദന ആ നിമിഷം ഞാൻ അനുഭവിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കാതെ ഇതുവരെ തല താഴ്ന്നു സംസാരിച്ച സേവി അത് പറഞ്ഞുകൊണ്ട് ലച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഇതുവരെയുള്ള തൻ്റെ വാക്കുകൾ ഞെട്ടിത്തരിച്ച് കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നവളെയാണ് അവൻ കാണുന്നത്. പക്ഷേ അപ്പോഴും അവളുടെ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് അവന് മനസ്സിലായില്ല. എന്നാൽ ആ നിമിഷം എന്തിനെന്നറിയാതെ സേവിയുടെ കണ്ണുകളും ചുവന്ന് കലങ്ങിയിരുന്നു. അടുത്ത നിമിഷം ഒന്നും സംസാരിക്കാനോ ലച്ചുവിൻ്റെ വലത് കൈ തൻ്റെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ നിറഞ്ഞ കണ്ണുകളോടെ സേവി സംസാരിച്ചു. എല്ലാം എൻ്റെ തെറ്റാ, പക്ഷേ ഒന്നും മനഃപൂർവ്വമല്ല. നീ എന്നോട് ക്ഷമ. എന്നാൽ അവൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് ലച്ചുവിൻ്റെ വലതുകൈ അവൻ്റെ മുഖത്ത് ശക്തിയിൽ പതിഞ്ഞിരുന്നു. ഒരു നിമിഷം വേണ്ടി വന്നു സേവിക്ക് നടന്നതെന്താണെന്ന് മനസ്സിലാക്കാൻ. എന്നാൽ തൻ്റെ ഇടത്തേക്ക് അവളിൽ അനുഭവപ്പെടുന്ന വേദനയിൽ നിന്ന് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് അവന് മനസ്സിലായി. അറിയാതെ സേവി തൻ്റെ ഇടത്തേക്ക് അവളിൽ കൈവച്ചു പോയി. പക്ഷേ എന്തുകൊണ്ട് അവനെ ആ അടി വേദനിച്ചില്ല? തനിക്ക് അർഹതപ്പെട്ട അടിയാണ് എന്നറിയാവുന്നത് കൊണ്ടാവാം. ലച്ചുവിൽ നിന്നൊട്ടും പ്രതീക്ഷിക്കാത്ത പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ അത്ഭുതം നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ ഒന്ന് നോക്കി. എന്നാൽ തൻ്റെ മുൻപിൽ ദേഷ്യത്തിൽ വിറച്ചു നിൽക്കുന്ന ലച്ചുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം മുഴുവൻ സഞ്ചരിച്ചു. വെളുത്ത അവളുടെ മുഖത്തിന് മൂക്കും കണ്ണും ചുവന്നിട്ടുണ്ട്. ആ നിന്ന നിൽപ്പിൽ നിന്ന് തന്നെ അവളുടെ സങ്കടവും വേദനയും മനസ്സിലാക്കാം. എന്നാൽ അതിനേക്കാളെല്ലാം അവളിൽ മുന്നിട്ട് നിന്നത് ദേഷ്യമായിരുന്നു. മനസ്സിൽ തന്നോട് പ്രണയമുണ്ടായിട്ടും ഒരു കോമാളിയെ പോലെ തന്നെ പുറകെ നടത്തിച്ചതിന്, അങ്ങേയറ്റം വേദനിപ്പിച്ചതിന്, താൻ പ്രണയിച്ചതിൻ്റെ പേരിൽ തന്നെ അപമാനിച്ചതിന്. ലച്ചു സേവി പറഞ്ഞു പൂർത്തിയാകുന്നതിന് മുൻപ് അവൻ്റെ വലത്തെ കവിളിലും അവളുടെ കൈ ശക്തിയിൽ പതിഞ്ഞിരുന്നു.
എന്നാലൊന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ ലച്ചുവിൻ്റെ മുഴുവൻ ദേഷ്യവും അവൻ ഏറ്റുവാങ്ങി. അവളുടെ ഉള്ളിലെ വേദനയുടെയും സങ്കടത്തിൻ്റെയും ആഴം എത്രത്തോളമുണ്ടെന്ന് അവന് മനസ്സിലാകുമായിരുന്നു. എന്നാലൊന്ന് പ്രതികരിക്കുക പോലും ചെയ്യാതെ തൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്ന സേവിയെയാണ് ലച്ചുവിന് തൻ്റെ ഹൃദയം തകരുന്നത് പോലെ തോന്നി. അത്രത്തോളം വേദന അവളിൽ വന്നു നിറഞ്ഞു. എന്നാൽ അതിനെല്ലാം ഒരു നീർക്കുമിളയുടെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. അതിനേക്കാളെല്ലാം മുകളിൽ അവൾക്ക് അവനോടുള്ള ദേഷ്യം മുന്നിട്ട് നിന്നു. ദേഷ്യത്തോടെ ചുവന്ന കണ്ണുകളോടെ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് തന്നോട് ചേർത്തിരുന്നു ലച്ചു. നിങ്ങൾക്കെന്നെ ഇഷ്ടമാണോ? അതും ചോദിച്ച് വീണ്ടും വീണ്ടും അവൻ്റെ മുഖത്ത് പതിഞ്ഞു അവളുടെ ദേഷ്യം തീരുന്നത് വരെ. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഉറച്ച ശബ്ദത്തോടുകൂടി അത് ചോദിക്കുമ്പോൾ ലച്ചുവിൻ്റെ മുഴുവൻ ദേഷ്യവും അവൾ തന്നെ കടപ്പലിൽ ഞെരിച്ചു തീർത്തു. അതെ, ഈ ലോകത്ത് സേവിയർ മോഹിച്ചതും പ്രണയിച്ചതും നിന്നെ മാത്രമാണ്, നിന്നെ മാത്രം. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കുറച്ച ശബ്ദത്തോടെ സേവി മറുപടി പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിലേക്കൊരു കുളിർക്കാറ്റ് വന്ന് വീഴ്ത്തിയതുപോലെ തോന്നി ലച്ചുവിന്. എന്നാൽ അത് അവനിൽ നിന്ന് മറച്ചുകൊണ്ട് സേവിയുടെ കണ്ണുകളിലേക്ക് നോക്കി ലച്ചു പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ഈ നിമിഷം ചെവി തുറന്ന് കേട്ടോളൂ. എൻ്റെ മനസ്സിൽ നിങ്ങളോടൊരു തരിമ്പ് പോലും ഇഷ്ടമില്ല. എനിക്ക് നിങ്ങളോട് വെറുപ്പാണ്, വെറുപ്പ് മാത്രം. ലച്ചുവിൻ്റെ ആ വാക്ക് അത് മാത്രം സേവിയുടെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. തൻ്റെ കണ്ണിലേക്ക് നോക്കി അത്രയും ദേഷ്യത്തോടെ പറയുന്ന ലച്ചുവിനെ കണ്ടതും ഇതുവരെ താൻ കണ്ട ലച്ചുവല്ല ഇതെന്ന് തോന്നി സേവിക്ക്. കാരണം താൻ കണ്ടിരുന്ന ലച്ചുവിൻ്റെ കണ്ണുകളിൽ തന്നോട് പ്രണയം മാത്രം നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഈ ലച്ചുവിൽ നിറഞ്ഞു നിൽക്കുന്നത് തന്നോടുള്ള വെറുപ്പാണ്. ലച്ചു, നിറയാൻ വെമ്പുന്ന തൻ്റെ കണ്ണുനീരിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സേവി അങ്ങേയറ്റം വേദനയോടെ അവളെ വിളിച്ചു. ഇനി നിങ്ങൾ എന്നെ അങ്ങനെ വിളിക്കരുത് ലക്ഷ്മി, അതാണ് എൻ്റെ പേര്. ഞാൻ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും മാത്രം എന്നെ ലച്ചു എന്ന് വിളിച്ചാൽ മതി. ദേഷ്യത്തോടെ ലച്ചു പറയുമ്പോൾ അവളുടെ വാക്കുകളിൽ അവന് വലിയ വേദന സൃഷ്ടിക്കുകയായിരുന്നു. എന്നാൽ തനിക്ക് അവളോട് ഇഷ്ടമില്ല എന്ന് ലച്ചു പറഞ്ഞതും അവനിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. നിമിഷ നേരം കൊണ്ട് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട് സേവി പറഞ്ഞു, എന്നോടുള്ള ദേഷ്യത്തിൽ നീ എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ ലച്ചു. പക്ഷേ എനിക്ക് നിന്നോട് ഇഷ്ടമില്ല എന്ന് മാത്രം നീ പറയരുത്, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്നാൽ അവൻ്റെ കൈകൾ ദേഷ്യത്തെ തട്ടിമാറ്റിയിരുന്നു ലച്ചു. എന്നിട്ട് അവനെ നോക്കി വീറോടെ ചോദിച്ചു, എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നോ? എപ്പോൾ മുതൽ? വല്യേട്ടന് വിവാഹം നടത്താൻ മുന്നിട്ടിറങ്ങിയപ്പോൾ? അപ്പോഴല്ലേ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയത്? അതുവരെ നിങ്ങൾ എന്നെ അകറ്റിയില്ലേ? നിങ്ങളുടെ മനസ്സിൽ എന്നോട് പ്രണയമില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചേനെ. എന്നാൽ ആ മനസ്സിൽ എന്നോട് പ്രണയം നിറച്ചു വെച്ചിട്ടും മനഃപൂർവ്വം എന്നെ ഒരു കോമാളിയാക്കിയില്ലേ? അതുവരെ നിങ്ങൾ എന്നെ അകറ്റിയില്ലേ? സെവിയെ നോക്കി ദേഷ്യത്തിൽ അത് ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ വിറക്കുകയായിരുന്നു അവൾ. എന്നാൽ അവളുടെ ചോദ്യങ്ങൾ മറുപടിയില്ലാതെ തല താഴ്ന്നു പോയിരുന്നു അവൻ്റേത്. ഒരു കുന്നോളം സ്നേഹം നിങ്ങൾക്ക് വേണ്ടി കരുതി ഒരു പട്ടിയെ പോലെ നിങ്ങളുടെ പുറകെ നടന്നിട്ടുണ്ട് ഞാൻ. പലതവണ എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും ആട്ടി അകറ്റിയിട്ടും ഞാൻ നിങ്ങളുടെ പുറകെ വന്നത് എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, നിങ്ങളെ മറക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നിങ്ങളൊന്ന് ഹോസ്പിറ്റലിലായപ്പോൾ എൻ്റെ ജീവൻ കയ്യിൽ പിടിച്ചാണ് ഞാൻ അവിടെ ഇരുന്നത്. തൊട്ടടുത്ത മുറിയിൽ മരണത്തിനോട് മല്ലിട്ട് ഏട്ടത്തിയും കുഞ്ഞുങ്ങളും കിടക്കുമ്പോഴും ഉറക്കമൊഴിച്ച് രാവന്തിയോളം പ്രാർത്ഥിച്ച് ഞാൻ ഇരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഏട്ടത്തിയെയോ കുഞ്ഞുങ്ങളെയോ പോലും ഞാൻ മറന്നു നിങ്ങളിലേക്ക് മാത്രം ഞാൻ ചുരുങ്ങി. അത് ഏട്ടത്തിക്ക് കൂട്ടിരിക്കാൻ വല്യേട്ടനും കാളിയാർ മട മുഴുവൻ ഉണ്ടെന്നറിയാവുന്നത് കൊണ്ട് മാത്രമല്ല, എൻ്റെ ഈ ചായൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് തിരിച്ചറിവ് കൊണ്ട്. സൂര്യൻ ഉദിക്കുവോളം നിങ്ങൾ കണ്ണു തുറക്കുന്നത് പ്രതീക്ഷിച്ച് ഞാൻ ആ മുറിയിലിരിക്കുമ്പോൾ ഞാൻ അനുഭവിച്ച വേദന, എൻ്റെ മാനസികാവസ്ഥ, അതൊന്നും ഓർക്കാതെ എന്നെ നോക്കി നിങ്ങൾ മുഖം തിരിച്ചില്ലേ? ആ സമയം എൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വലിയ കരിങ്കല്ല് എടുത്തു വെച്ച വേദന തോന്നി എനിക്ക്. നിങ്ങളുടെ മനസ്സിൽ എനിക്കൊരിറ്റുപോലും സ്ഥാനമില്ലെന്നറിഞ്ഞിട്ടും ഒരിക്കലും നിങ്ങളെ എനിക്ക് കിട്ടില്ലെന്നറിഞ്ഞിട്ടും നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെച്ചവളാണ് ഞാൻ. എൻ്റെ പ്രണയത്തിനും നിങ്ങൾക്കും എൻ്റെ ജീവനേക്കാൾ, എൻ്റെ ജീവിതത്തിനേക്കാൾ വില ഞാൻ കൽപ്പിച്ചു. പക്ഷെ നിങ്ങളോ വലിയേട്ടൻ്റെ പേര് പറഞ്ഞ് കാളിയാർ മഠത്തിനോടുള്ള നിങ്ങളുടെ കടപ്പാടും സ്നേഹവും മുൻനിർത്തി എന്നെ നിങ്ങൾ അവഗണിച്ചു, വേദനിപ്പിച്ചു. നിങ്ങളുടെ സ്നേഹം കടപ്പാടും കൊണ്ട് മനഃപൂർവ്വം എന്നെ നിങ്ങൾ അകറ്റി നോവിച്ചു. അതിന് നിങ്ങൾക്ക് മാപ്പില്ല. അതുകൊണ്ട് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തീരുമാനം ഞാൻ മാറ്റാൻ തീരുമാനിച്ചു. ലച്ചു,
അതുവരെ തല താഴ്ത്തുന്നതെല്ലാം കേട്ടിരുന്ന സേവി ലച്ചുവിൻ്റെ ആ വാക്കുകളിൽ അവളെ നോക്കി അറിയാതെ വിളിച്ചുപോയി. എന്നാൽ ആ നിമിഷം അവന് ഒരു തരി പോലും ദേഷ്യമോ വാശിയോ ഉണ്ടായിരുന്നില്ല. തീർത്തും അവൻ്റെ നിസ്സഹായ അവസ്ഥ മാത്രമായിരുന്നു. എന്നാൽ സേവിയെ നോക്കി ലച്ചു വീണ്ടും സംസാരിച്ചു തുടങ്ങി. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പോലും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അപ്പം കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ നിങ്ങളുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും എന്നെ എത്രത്തോളം നോവിച്ചിരിക്കുമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിറഞ്ഞ കണ്ണുകളോടുകൂടി അവളെ നോക്കിയെങ്കിലും അവളുടെ വാക്കുകൾക്കൊന്നും കൊടുക്കാൻ സേവിയുടെ കയ്യിൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഉയർത്തിപ്പിടിച്ച് അവൻ്റെ തല വീണ്ടും അവൾക്ക് മുൻപിൽ താഴ്ന്നു പോയി. വല്യേട്ടൻ, നിങ്ങൾ നല്ലൊരു സുഹൃത്താണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കൂട്ടുകാരൻ്റെ മനസ്സ് കണ്ട നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ മനസ്സ് കണ്ടില്ല? ലച്ചുവിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ട് സേവി അപ്പോഴും മൗനം പാലിച്ചു നിന്നു. അവളെ തനിക്ക് സ്വന്തമാണ് എന്നറിഞ്ഞിട്ടും അവളുടെ ഈ ചെറിയ അവഗണന പോലും തനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇത്ര വർഷം അവളോട് താൻ കാണിച്ച അവഗണന അവളെ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്നോർക്കെ അവൻ്റെ തല വീണ്ടും താണു. ഇനിയൊന്നും പറയാനും കേൾക്കാനുമില്ലാത്ത പോലെ പതിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഹൃദയം തകരുന്ന വേദനയായിരുന്നു അവനിൽ. തല താഴ്ത്തി മുറിക്ക് പുറത്തേക്ക് പോകുന്ന സേവിയെ കണ്ടപ്പോൾ ചെറുതല്ലാത്ത വേദന അവൾക്കും തോന്നിയിരുന്നു. പക്ഷേ ഇത്രയെങ്കിലും താൻ ചെയ്യണമെന്ന് അവൾക്കും തോന്നി. അന്ന് ഔട്ട് ഹൗസിലേക്ക് തിരിച്ചു പോയി സേവിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൻ്റെ മനസ്സ് മുഴുവൻ ലച്ചു പറഞ്ഞ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ആ വാക്കുകൾ ഓരോന്നും അവനെ വല്ലാതെ അസ്വസ്ഥമാക്കി. ഇതിൻ്റെ പേരിൽ ലച്ചു തന്നെ വിവാഹം കഴിക്കാൻ സമ്മതമല്ലെന്ന് പറയുമോ എന്നൊരു ഭയം അവനിൽ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാം അവളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ എന്ന് അവനും തോന്നി. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഇതിനിടയിൽ ഒരിക്കൽ പോലും സേവി എന്നൊരാൾ ലച്ചു മൈൻഡ് പോലും ചെയ്തില്ല. അതവന് വേദന ഉണ്ടാക്കിയെങ്കിലും ലച്ചു വിവാഹത്തിന് മുടക്ക് പറഞ്ഞില്ലല്ലോ എന്ന സമാധാനത്തിലാണവൻ. ഇന്നാണ് ലച്ചുവിൻ്റെയും സേവിയുടെയും നിശ്ചയം. അടുത്തുള്ള വലിയ ഓഡിറ്റോറിയത്തിലാണ് നിശ്ചയം നടത്തുന്നത്. എല്ലാവരും അവിടേക്ക് പോയി. ആമ റെഡിയായിരിക്കുവാണ്. ഏതു കുഞ്ഞുങ്ങളെ റെഡിയാക്കി അവനും റെഡിയായി നിൽപ്പുണ്ട്. ഡാർക്ക് ബ്ലൂ ഷർട്ടും വൈറ്റ് മുണ്ടും ആണ് അവൻ്റെ വേഷം. ആമയ്ക്ക് എയർബിൾ ഡ്രസ്സുള്ള പട്ടുസാരിയാണ്. കുഞ്ഞുങ്ങളെ ബ്ലൂ തന്നെയാണ്. മൊത്തത്തിലൊരു നീലമയം. പട്ടുസാരി എടുത്ത് റെഡിയായി നിൽക്കുന്ന അവളുടെ അടുത്തേക്ക് ഏത് മുല്ലപ്പൂവും കയ്യിലെടുത്തുകൊണ്ട് പോയി. എന്നിട്ട് തിരിഞ്ഞു നിൽക്കുന്നവളുടെ തലയിലേക്ക് പൂവ് വെച്ചു കൊടുത്തു. സാരി റെഡിയാക്കുന്നതിനിടയിൽ അവൻ്റെ പ്രവൃത്തി അറിഞ്ഞതും ഒരു പുഞ്ചിരിയോടെ ആമി അവന് വഴങ്ങിക്കൊടുത്തു. ആ നിമിഷമെല്ലാം അവളിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. സ്ലൈഡ് കൊണ്ട് പൂവ് സെറ്റ് ചെയ്ത് കൊടുത്തതും ആമി പെട്ടെന്നൊന്ന് തിരിഞ്ഞു. പെട്ടെന്ന് തിരിഞ്ഞതുകൊണ്ട് ആമിയുടെ കാലൊന്ന് സ്ലിപ്പായി. അവൾ യദുവിൻ്റെ നെഞ്ചിലിടിച്ചു നിന്നു. പ്രതീക്ഷിക്കാതെ വീഴാൻ പോയവളെ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. അതോടെ യദുവിൻ്റെ നെഞ്ചിൽ മുഖാമർത്തിയായി ആമിയുടെ നിൽപ്പ്. അതേസമയം അവളിൽ നിന്ന് വരുന്ന ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് പതിച്ചതും അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. തൻ്റെ ഇടുപ്പിൽ കൈവച്ച് തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന യദുവിൻ്റെ സാമീപ്യം അവളിൽ ഒരു വിറയലുണ്ടായി. ഒരു പിടച്ചിലോടെ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കിയ അവളുടെ കണ്ണുകൾ തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു. അവൻ്റെ കണ്ണുകളിൽ കാണുന്ന ഭാവത്തിലും ആ മുഖത്തെ തിളക്കത്തിലും താൻ അടിമപ്പെട്ടു പോകുന്നത് പോലെ തോന്നി അവൾക്ക്.